എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു കോർക്ക് വെച്ച് അടയ്ക്കുക. ഒരു പടം വരയ്ക്കുക. എന്നിട്ട് ആ കോർക്കിനകത്തൂടെ ഒരു ട്യൂബ് മുകളിലോട്ട് കടത്തി വിടുക. എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇടത്തോട്ട് ചരിച്ച് ഒരു ടെസ്റ്റ് ട്യൂബ് വരയ്ക്കുക. എന്നിട്ട് ആ ട്യൂബിന്റെ ഇങ്ങേ അറ്റം വന്ന് അതിനകത്തോട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചിരിക്കുകയാണ്. കോർക്ക് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ട്യൂബ് വരും. ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചിരിക്കുന്നു. ഇതിന്റെ ഈ ട്യൂബ് എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള അതായത് നമ്മൾ വലത്തോട്ട് ചരിച്ചു വരച്ചിരിക്കുന്നുണ്ടോ ഇപ്പുറത്തേനകത്ത് നമ്മൾ എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയാമോ? ഡൈല്യൂട്ട് HCl അതേപോലെ തന്നെ പ്ലസ് സോഡിയം കാർബണേറ്റും ആണ് അതിനകത്തുള്ളത്. സോഡിയം കാർബണേറ്റ്. അതായത് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇതിനകത്തുണ്ട് ഇത് ഡൈല്യൂട്ട് HCl പ്ലസ് എന്താ സോഡിയം കാർബണേറ്റ്. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് ലൈമാണ്. ഇത് ലൈമാണ്. അപ്പം ഇത് ഇവിടെ നിറച്ചു വെക്കുക. ഇതിനകത്ത് ലൈം വാട്ടർ. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഗ്യാസ് evolved and write the change observed in the lime water. Write chemical equation of the reaction. എന്തിന്റെ റിയാക്ഷനാ? ഇതെന്ത് റിയാക്ഷനാ? എന്ത് റിയാക്ഷനായത്? നമ്മുടെ നോട്ട്ബുക്കിനകത്തുള്ള ഒരു റിയാക്ഷനായത്. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഏത് ഗ്യാസാ ഇവോൾവ് ചെയ്യുന്നത്? HCl-ഉം ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. HCl-ഉം അത് ഇന്നലത്തെ റിയാക്ഷൻ എഴുതിപ്പിച്ച ക്വസ്റ്റ്യന് ഒന്ന് നോക്കിയേ. HCl-ഉം Na2CO3 ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നു. HCl-ഉം Na2CO3 അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒന്ന് നോക്കിയേ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ പറഞ്ഞിട്ടുള്ളൂ? വിച്ച് കോമ്പൗണ്ട് വിൽ പ്രൊഡ്യൂസ് എന്താണ് അതിന്റെ ആൻസർ? എന്താ നമ്മൾ എഴുതിയേ? 4 ഓപ്ഷൻ. സോഡിയം കാർബണേറ്റ് എഴുതിയത് അല്ലേ? അത് തന്നെയല്ലേ ഇവിടെ? ആണോ? അപ്പൊ അത് ഇതായിട്ട് തന്നിരിക്കില്ല. അപ്പൊ സോഡിയം കാർബണേറ്റ് HCl-ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനകത്ത് ചെന്നാ മിക്സ് ആയിട്ട് കിടക്കാൻ പോന്നെ? ലൈം വാട്ടറിനകത്തൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചേഞ്ചാ ഉണ്ടാകുന്നേ? ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ആണോ? അല്ലേ? അതാണ് അവിടുത്തെ ആൻസർ. കണ്ടോ? അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരിക്കലും നമ്മുടെ നോട്ട്ബുക്കിനകത്ത് ഇതിന്റെ കൺസെപ്റ്റ് ആ തന്നിരിക്കുന്നത്. പക്ഷെ ഇത് ചോദിച്ചിരിക്കുന്ന ഒരു പടമൊക്കെ തന്നിട്ട് ഇതപ്പോ ലൈം വാട്ടറിനകത്ത്. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ചോദ്യം ഒരു ആപ്ലിക്കേഷൻ ലെവലിലാന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വേണമെങ്കിൽ കാണാൻ പഠിച്ച് വാട്ട് ഹാപ്പൻസ് വെൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈം വാട്ടർ ടേൺസ് മിൽക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. അവരെന്ത് ചോദിച്ചത്? അവർ ചോദിച്ചിരിക്കുന്നത് ഡൈല്യൂട്ട് HCl-ഉം സോഡിയം കാർബണേറ്റും ചേർന്നാൽ അല്ലെങ്കിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ. അല്ലെങ്കിൽ മുകളിലത്തെ പടത്തിനകത്ത് റിയാക്ഷൻ നടക്കുവാണെങ്കിൽ എന്ത് ഗ്യാസ് ഇവോൾവ് ചെയ്യും? ആ ഗ്യാസ് എതിനകത്താണ്. ഇവിടെ ബബിൾസും കൂടെ കൊടുത്തേക്കണം കേട്ടോ. അതായത് വലത് സൈഡ് ലൈം വാട്ടറിന് അതിനകത്ത് കുറെ ബബിൾസും കൂടെ കൊടുത്തിരിക്കണം. അതെന്തുണ്ടാ ബബിൾസ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നോണ്ടാ. മനസ്സിലായോ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ലൈം വാട്ടർ എന്തായിട്ട് മാറും? ടേൺസ് മിൽക്കി ആയിട്ട് മാറും അല്ലേ?
അപ്പൊ അതാണ് ആദ്യത്തെ എഴുതേണ്ടത്. ഗ്യാസ് ഒന്നാം, അപ്പം അതിന്റെ ആൻസർ എഴുതി. ഒന്ന് നെയിം ദ ഗ്യാസ് ഇവോൾവ്, എന്താ CO2, കോമ ഇടുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ കെമിക്കൽ ചേഞ്ച് ഒബ്സർവ്ഡ്, എന്താ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഇനി അടുത്ത എന്താ, റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ, എന്താ എഴുതണ്ടേ, HCl പ്ലസ് എന്താ Na2CO3 gives എന്താ എന്താണ്, എന്തായാലും CO2 ഉണ്ടാവും, H2O ഉണ്ടാവും, പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ടാവും, NaCl കൂടെ ഉണ്ടാവും. മനസ്സിലായോ? അല്ലേ, അതല്ലേ ഉണ്ടാകുന്നേ, ആണോ? ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ആണോ, ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ആക്കണം. ഓക്കെ ആണോ? അതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതും നമ്മൾ ബുക്കിനകത്തുണ്ട്. ഇങ്ങനെ എന്താണ്, ഓരോ പോയിന്റ് ആയിട്ട് തന്നിരിക്കുക. അപ്പം അതും അതിന്റെ ആ ആൻസർ വരുന്ന രീതിയിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിയോ, അതായത് if the same gas, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, if the same gas is passed in excess in the product of above reaction, what change is observed in the contents of the test tube. Write the chemical formula of the new product form. ആ നോട്ട് കയ്യിലുണ്ടോ? ഈ ചാപ്റ്ററിന്റെ നോട്ട് കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തേ. ഇപ്പൊ കയ്യിലുണ്ടോ? ഇപ്പൊ കയ്യിലുള്ളവർ ആറുണ്ട്? ഈ ചാപ്റ്ററിന്റെ നോട്ട് കയ്യിലുള്ളവർ ആറിന്റെ എടുത്തേ. അതിനകത്ത് ഇതിന്റെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്.
ഉണ്ടോടാ? നോട്ട്സ് ഉണ്ടോ ഞാൻ എഴുതിപ്പിച്ചേ? ഈ ശരിക്കും ലൈം വാട്ടർ ടേൺസ് മിൽക്കി ആവാൻ കാരണം എന്താ? ലൈം വാട്ടർ ടേൺസ് മിൽക്കി ആവാൻ കാരണം എന്താ? ഈ ലൈം എന്ന് പറഞ്ഞാൽ എന്താ? ലൈമിന്റെ ഫോർമുല എന്താ? ലൈം വാട്ടർ ടേൺസ് മിൽക്കി ആവാൻ കാരണം എന്താണ്? ആ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എഴുതേണ്ട റിയാക്ഷൻ ശരിക്കും, അതായത് നേരത്തെ റിയാക്ഷൻ എഴുതി എന്നിട്ട് എന്താ എഴുതേണ്ടത്? അതായത് CaOH ട്വൈസ്, അതാണല്ലോ ലൈം വാട്ടർ. അതിനകത്തൂടെ നേരത്തെ ഫോം ചെയ്ത് CO2 കടന്നുപോയി. അപ്പൊ എന്തുണ്ടാവും? കാക്കോ3 ഉണ്ടാവും, CaCO3. ആണോ? ആ ഓക്കെ. ഇനി എന്താ ഇപ്പൊ അതിനകത്ത് എന്ത് കിടപ്പുണ്ട്? ഈ കാക്കോ3 ഉണ്ടായി കിടക്കുക. ആ കാക്കോ3കകത്തൂടെ വീണ്ടും എന്ത് ചെയ്യാൻ പോവാ? വീണ്ടും CO2 പാസ് ചെയ്യാൻ പോവാ. അപ്പൊ എന്തായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസോൾബിൾ ആയിട്ടുള്ള ആളായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ റിയാക്ഷനും എഴുതണം. അതിന്റെ റിയാക്ഷനും നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. വേണ്ട ഈ ഭാഗം ഇതായി റിയാക്ഷൻ, അതായത് നമ്മുടെ ആ റിയാക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് അതിന്റെ മുകളിലത്തെ ടോപ്പിക്ക നോട്ടിനകത്ത്. ഓൺ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് CaCO3 which is formed as a white precipitate. അതിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്, CaOH to CO2. ഇനി ഓൺ പാസിംഗ് എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ കാൽസ്യം കാർബണേറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാൽസ്യം ഹൈഡ്രോജൻ കാർബണേറ്റ് ദാറ്റ് ഈസ് ഇൻസോലുബിൾ അല്ല, സോലുബിൾ ഇൻ വാട്ടർ. കാൽസ്യം ഹൈഡ്രോജൻ സോലുബിൾ. അപ്പം അതിന്റെ റിയാക്ഷൻ എങ്ങനെ എഴുതണ്ടേ? CaCO3 റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. CaCO3 പ്ലസ് H2O പ്ലസ് CO2 gives എന്താണ്? CaHCO3 twice. ഈ CaHCO3 twice ആണ് എന്താണ്? കാൽസ്യം ഹൈഡ്രോജൻ കാർബണേറ്റ്. അപ്പൊ ഇങ്ങനെ if the same gas is passed in excess product of the above reaction, what change is observed in the എന്താണ് content of test tube? എന്താ ഒബ്സർവ് ചെയ്യുന്നേ? എന്താണ് ഒബ്സർവ് ചെയ്യുന്നേ? ഒബ്സർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാണുന്നത് അവിടെ? ലൈം വാട്ടർ ടേൺസ് മിൽക്കി ആയി ആദ്യം. ആ മിൽക്കി ആയത് പിന്നെ വീണ്ടും എന്താവും? സോലുബിൾ ആയി പോകും. മനസ്സിലായോ? അപ്പൊ മിൽക്കി കളർ എന്തായിട്ട് മാറും? ഡിസപ്പിയേഴ്സ്. മിൽക്കി കളർ ഡിസപ്പിയേഴ്സ്. അപ്പൊ അതാണ് എഴുതേണ്ടത്. അപ്പൊ മിൽക്കി കളർ ഡിസപ്പിയർ. Due to formation of എന്താ? Due to formation of എന്താ? കാൽസ്യം ഹൈഡ്രോജൻ കാർബണേറ്റ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഈ CaOH ട്വൈസ് ആണ് നമ്മുടെ എന്ത്? ലൈം വാട്ടർ. ഈ ലൈം വാട്ടറിനകത്തൂടാണ് മുകളിൽ നിന്ന് വന്ന് എന്ത് റിയാക്ട് ചെയ്യുന്നത്? CO2. ആ CO2 റിയാക്ട് ചെയ്യുമ്പോൾ CaCO3 ഉണ്ടാവും. ആ CaCO3 ഇപ്പൊ ആ സൊല്യൂഷനകത്ത് കിടക്കുക. ഏത് ടെസ്റ്റ് ട്യൂബിനകത്ത് കിടക്കുക? റൈറ്റ് സൈഡിലുള്ള ടെസ്റ്റ് ട്യൂബിനകത്ത് കിടക്കുക. അതിനകത്തൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വീണ്ടും എന്താ? CO2 പാസ് ചെയ്യാൻ പോവാ. അപ്പൊ എന്തായിട്ട് മാറും? ഈ ലൈം വാട്ടർ ടേൺ, അതായത് മിൽക്കി ആയിട്ടുള്ള ലൈം വാട്ടർ വീണ്ടും കളർലെസ് ആയിട്ട് മാറും. കാരണം എന്താ? അവിടെ ഉണ്ടാകുന്നത് എന്താ? CaHCO3 twice ആണ്. അത് എന്തില്ല? അത് സോലുബിൾ ആണ്. വാട്ടറിൽ എന്താണ്? സോലുബിൾ ആണ്. അപ്പൊ അത് സോലുബിൾ ആയി. മനസ്സിലായോ? അപ്പൊ പച്ചവെള്ളം പോലെ ആവുന്നു. അതായത് എന്താണ്? ചുണ്ണാമ്പ് വെള്ളം സോറി, ചുണ്ണാമ്പ് കലക്കുമ്പോ ഒരു വെള്ളം ഇല്ലേ? വെള്ള. ആ വെള്ളം മാറി എന്തായിട്ട് മാറും? അത് നോർമൽ വെള്ളത്തിന്റെ കളർ. അത് കളർലെസ് ആവും. തെറ്റാണോ? തെറ്റാണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സിലാകാത്തവർ ആരും ഉണ്ടോ ചോദിച്ചോണം. ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിക്കണം. ഇത് ഉറപ്പായിട്ടും എന്താണ്? ഇതും കൂടെ എഴുതിക്കോ. മിൽക്കി കളർ ഡിസപ്പിയർ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കാൽസ്യം ഹൈഡ്രോജൻ കാർബണേറ്റ്
which is soluble in water എന്നും കൂടെ എഴുതിക്കും. which is soluble in water. മുറുക്കാനകത്ത് വെക്കുന്ന ഒരു വൈറ്റ്. എടാ മുറുക്കാനില്ലേ മുറുക്കാൻ അതായത് ഈ വെറ്റില അറിയോ? വെറ്റില വായിലിടുന്ന ആൾക്കാർ മുറുക്കാന്ന് പറയും. എന്നെ മുറുക്കാന്ന് പറയാം. അപ്പൊ മുറുക്കാനകത്ത് തേക്കുന്ന ഒരു വൈറ്റ് ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനാണ് നമ്മൾ ചുണ്ണാമ്പെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇവിടെ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. സ്റ്റഡി ദ experimental setup given in the figure and answer the following question. ഒരു ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡിൽ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വെച്ചിരിക്കുക. ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ. ഇത് ചരിച്ചല്ലേ ഇരിക്കുന്നത്. ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇങ്ങനെ ആ റിറ്റോർട്ട് സ്റ്റാൻഡിൽ സ്റ്റോറി എന്താണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ ഒരു സൈഡിൽ അതിന്റെ ആ സബ്സ്റ്റൻസ് കിടക്കുന്നതിന്റെ താഴെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പടം. മനസ്സിലായോ? ഞാൻ വരച്ചു തരാം. നിങ്ങൾ സ്റ്റാൻഡ് ഒന്നും വരയ്ക്കാൻ പോകണ്ട, ഒരു ടെസ്റ്റ് ട്യൂബ് ചരിച്ചാൽ വരച്ചാൽ. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് വരച്ചു. എന്നിട്ട് ആ സബ്സ്റ്റൻസ് ഇടുന്നതിന്റെ ഏറ്റവും അടിഭാഗത്തുണ്ടല്ലോ ഒരു തീ പോലെ കാണിച്ച ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ മറ്റേ ബർണർ എന്നാ പറയുന്നത്, ഒരു മെഴുകുതിരി പോലെ ഒരു സെറ്റപ്പ് പോലെ ചെയ്ത് വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടി മാത്രം. എന്നിട്ട് അതിന്റെ ആ ടെസ്റ്റ് ട്യൂബിന്റെ അറ്റം കോർക്ക് വെച്ച് അടയ്ക്കുക. ആ കോർക്കിനകത്തൂടെ ഒരു ട്യൂബ് പുറത്തോട്ട് പോട്ടെ. അത് നേരെ വന്നിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ വരച്ചു തരാം. നിങ്ങൾ ഓൺലൈൻകാർക്ക് അല്ല ഓഫ്ലൈൻകാർക്ക് ഞാൻ വരച്ചു തരാം. ഇവിടെ നിൽക്കുക.
നിങ്ങൾ ആ പടം വരയ്ക്കാനുള്ള സ്പേസ് വിട്ടിട്ട് താഴെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഐഡന്റിഫൈ 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 these metals from the following which can be used as metal sample. Used as metal sample in the given setup. In the given setup. Identify the metal from the following which can be used as metal sample in the given setup. അത് മെറ്റൽ തന്നിരിക്കുന്നത് അലൂമിനിയം, കോപ്പർ, അയൺ, ലെഡ്, സിൽവർ. അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ എഴുതി. Write the balanced chemical equation. Write the balanced chemical equation for the reaction in each case. ഇവിടെ നോക്കിക്കോ, ആ ചെറുതായിട്ട് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഓൺലൈനുള്ള ഒരു ആൻസർ എഴുതി, ഓഫ്ലൈനുള്ള നിങ്ങൾ നോക്കി. ഇവിടെ ഇതെല്ലാം സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണോ, നമ്മളൊന്ന് വെച്ചിട്ട് ഇല്ല. ഗ്ലാസ് ബൂൾ സോപ്പ് ഇങ്ങോട്ട്.
ഇവിടെ എന്തോ റിയാക്ഷൻ പറഞ്ഞ ജോഹാനെ? ഇവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി ദ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഗിവൺ ഇൻ ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഗ്ലാസ് വൂൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു നാര് മനസ്സിലായോ, ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയത്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്യുക, ചരിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് അതിനെ ചൂടാക്കുക. പക്ഷെ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് വേറൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. എന്താ, ഏതോ ഒരു മെറ്റൽ സാമ്പിൾ വെച്ചിട്ടുണ്ട്, മെറ്റലിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ എന്തായാലും അവിടെ എന്താ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ മെറ്റല് എന്തായാലും അവിടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഡെലിവറി ട്യൂബിനകത്തൂടെ എന്ത് ചെയ്യും, അതിന്റെ പ്രോഡക്റ്റ് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും വെള്ളത്തിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, മുകളിലോട്ട് ബബിൾസ് ആയിട്ട് വരും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന മെറ്റലിൽ ഏതൊക്കെയാണ് ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുക? വെള്ളവുമായിട്ട് ആ മെറ്റൽ ഡയറക്റ്റ് ആണോ റിയാക്ട് ചെയ്യുന്നത്? ആണോ? എന്തുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഐഡിയ എന്ത് പറഞ്ഞെന്ന് അറിയോ? ഗ്ലാസ് ഫൈബർ സോക്ഡ് ഇൻ വാട്ടറിനെ ചൂടാക്കുമ്പോൾ അവിടെ എന്തു ഉണ്ടാക്കുന്നത്? സ്റ്റീമാണ് ഉണ്ടാകുന്നത്. കണ്ടോ, ഡയറക്റ്റ് സ്റ്റീം റിയാക്ഷൻ. സ്റ്റീം എന്ന് പറഞ്ഞ ഒരിക്കലും റിയാക്ഷൻ തരില്ല. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന രണ്ട് മെറ്റലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നോട്ടിനകത്ത്. മനസ്സിലായോ? പറയാം. അലൂമിനിയം, അയൺ, മഗ്നീഷ്യം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് വെള്ളമായിട്ടല്ല ആ മെറ്റൽ റിയാക്ട് ചെയ്യുന്നത്. പകരം എന്താ, സ്റ്റീമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഐഡന്റിഫൈ ദ മെറ്റൽ ഫ്രം ദ ഫോളോയിങ് വിച്ച് ഐഡന്റിഫൈ ദ മെറ്റൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ഉണ്ടാവും അല്ലേ? മെറ്റൽസ് ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെറ്റൽ സാമ്പിൾ ഇൻ ദ ഗിവൺ സെറ്റ്. അതായത് ഈ താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ നമ്മള് പഠിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് നോക്കിയോ, magnesium metal do not react with cold water but it react with hot water to form magnesium hydroxide and hydrogen ആണല്ലോ. This shows magnesium less reactive. അപ്പോൾ magnesium steamuമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അഭിനീത്? ഇല്ല. ഓക്കെ, ഇനി താഴോട്ട് വരുന്നു. അലൂമിനിയം റിയാക്ട് വിത്ത് സ്റ്റീം ടു ഫോം അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഏതോ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആള് റിയാക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തത്. അപ്പൊ അതാരാ? അലൂമിനിയം താഴെ നിന്ന് എടുത്ത് എഴുതാം. അപ്പൊ അലൂമിനിയം മാത്രമാണ് മെറ്റൽസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, മെറ്റൽസ്. അപ്പൊ ഉറപ്പായിട്ടും ഒന്നിൽ കൂടുതൽ അവിടെ ആള് കാണും. മനസ്സിലായി? പിന്നീട് ആരാ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്തത്? സിങ്ക് ഉണ്ടായിരുന്നെ സിങ്ക് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. സിങ്ക് ഉണ്ടോ അവിടെ? പിന്നെ രണ്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മെറ്റൽസ് ലൈക്ക് ലെഡ്, സിൽവർ ആൻഡ് ഗോൾഡ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ഓർ ഈവൻ സ്റ്റീം ബിക്കോസ് ഓഫ് വെരി ലോ റിയാക്ടിവിറ്റി. കണ്ടോ, അവിടെ ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ നോട്ട്ബുക്ക് അരച്ച് കലക്കി കുടിച്ചിട്ട് പോവാ. നോട്ട്ബുക്കിനകത്തെ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? നോട്ട്ബുക്കിനകത്തെ പോലെ കൊണ്ട് ഇത് നോട്ട്ബുക്കിനകത്തുള്ള അല്ല, ഇതിന്റെ ആൻസർ അല്ല നോട്ട്ബുക്കിനകത്തുള്ള. അതിന്റെ റിയാക്ഷൻ എഴുതാൻ പറയുന്നത് അത് നോട്ട്ബുക്കിനകത്തുള്ള. മനസ്സിലായോ? അപ്പൊ നോട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക്, പക്ഷെ നോട്ട് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇപ്പം അവിടെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്തു എങ്ങനെ മനസ്സിലാക്കണം? ആ സോഫ്റ്റ് ആയിട്ടുള്ള സാധനത്തെ ചൂടാക്കുമ്പോൾ അവിടെ സ്റ്റീമാണ് ഉണ്ടാകുന്നത്, അല്ലാതെ വെള്ളമല്ല ഉണ്ടാകുന്നത്. വെള്ളമായിട്ടല്ല റിയാക്ട് ചെയ്തത്. മനസ്സിലായോ? ആ സ്റ്റീമുമായിട്ടാണ് മെറ്റൽ സാമ്പിൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം അങ്ങനെ ചിന്തിച്ചെടുക്കാൻ പറ്റണം, നല്ല പറ്റുള്ളൂ. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അപ്പം ഇവിടത്തേനകത്ത് ആൻസർ വരുന്നത്, ഇപ്പൊ സിങ്ക് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ കോപ്പർ റിയാക്ട് ചെയ്യത്തില്ല, നമുക്കറിയാം. സിൽവർ റിയാക്ട് ചെയ്യത്തില്ല, ലെഡും റിയാക്ട് ചെയ്യത്തില്ല. അവരെല്ലാം റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്. പിന്നെ ആരാ? കോസോ, കാമ, അൽ, സി, ഉറപ്പായിട്ടും എന്താ മുകളിലുള്ള ആൾക്കാരെല്ലാം റിയാക്ട് ചെയ്യാൻ, മുകളിലുള്ള ആൾക്കാരിൽ ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അലൂമിനിയം. പിന്നെ സിങ്ക് ആയിരുന്നു. പിന്നെന്താ, അയണും കൂടെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചോണം. അയണും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിനകത്ത് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എഴുതിക്കോ. എന്താണ് ആദ്യത്തെ ആൻസർ? എന്താ? അലൂമിനിയം ആൻഡ് അയൺ. കേട്ടോ? അതിനകത്ത് ഏതാ ആദ്യത്തെ ആൻസർ? എന്താ? അലൂമിനിയവും അയണും. അലൂമിനിയം ആൻഡ് അയൺ.
ഇനി ആ രണ്ടാമത്തേനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ അലൂമിനിയം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അലൂമിനിയവും അയണും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? എന്താ എഴുതണം? എൽ പ്ലസ് എൽ അതിന്റെ സ്റ്റേറ്റ് കൂടെ ചേർത്ത് വേണം എഴുതാൻ. എൽ താഴെ എന്തെന്ന് എഴുതണം? സോളിഡ് സ്റ്റേറ്റ് പ്ലസ് H2O. H2O എന്തെന്ന് എഴുതണം? ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പ്രത്യേകം എഴുതിയാൽ അത് സ്റ്റീം ആവത്തുള്ളൂ. ഗീവ്സ് എന്താ? അലൂമിനിയം ഓക്സൈഡ് ഹൈഡ്രജൻ ഉണ്ടാകുന്ന പറയുന്നത്. അലൂമിനിയം ഓക്സൈഡ് എന്താ ആരവേ അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല? എൽ എ ലോ ഉണ്ടോ? എ ലോ 25-ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന ആള് അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല എ ലോ. അലോ ലിയോ ഈ ചിരിക്കുന്നതിന്റെ ഒക്കെയാണ് ഈ കാണുന്നത്. മനസ്സിലായോ? Al2O3 പ്ലസ് എന്താ? H2. ആണോ? സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ. ഇനി അയണോ? Fe. Fe Fe സോളിഡ് സ്റ്റേറ്റില ആണോ? സോളിഡ് സ്റ്റേറ്റ് അല്ലേ? അപ്പുറത്തേക്ക് സ്റ്റേറ്റ് എഴുതിയില്ല. അലൂമിനിയം ഓക്സൈഡും സോളിഡ് സ്റ്റേറ്റിലാണ്. അലൂമിനിയം ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റ്, ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റ്. Fe പ്ലസ് H2O. H2O ഗേഷ്യസ് സ്റ്റേറ്റിലാന്നുള്ള കാര്യം G ബ്രാക്കറ്റിൽ എഴുതണം. ഗീവ്സ് എന്താ? എപ്പോഴും ഓർത്തോണം Fe2O3 എന്ന് എഴുതരുത്. അയൺ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Fe3O4 എന്ന് പറയുന്ന ഫെറിക് ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. ഫെറസ് അല്ല ഉണ്ടാകുന്നത്, ഫെറിക് ആണ്. കേട്ടോ? അത് എപ്പോഴും ഓർത്തോണം. Fe2O3 എന്ന് എല്ലാവരും എഴുതി വെക്കാറുണ്ട്. അയൺ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Fe2O3 അല്ല ഉണ്ടാകുന്നത്, പകരം Fe3O4 ആണ് ഉണ്ടാകുന്നത്. കേട്ടോ? ഓർത്ത് വെച്ചോണം. Fe3O4 അത് സോളിഡ് സ്റ്റേറ്റിലാണ്. പ്ലസ് എന്താ? H2. ഈ രണ്ടെണ്ണമാണ് രണ്ടാമത്തെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. മനസ്സിലായോ? അതേപോലെ ഗോൾഡ്, സിൽവർ, ലെഡ് ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, വാട്ടറുമായിട്ട് പോലും റിയാക്ട് ചെയ്തില്ല. പിന്നെ സ്റ്റീമുമായിട്ട്. മനസ്സിലായോ? ഗോൾഡൊക്കെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യായിരുന്നെങ്കിൽ ഈ ഗോൾഡിനൊന്നും ഇത്രയും വില വരത്തില്ല. ശരിയല്ലേ? എന്താ? ഗോൾഡ് എല്ലാം അങ്ങ് ഇതായിപ്പോ റിയാക്ട് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോ. പിന്നെന്തോ വിലയാ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രണ്ടും നല്ല ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോണം. An object is placed at a distance of 10 centimeters in front of a concave mirror of focal length 15 centimeters. Use mirror formula to determine the position of the image formed by this mirror. തന്നെ എഴുതി പെട്ടെന്നാട്ടെ. ഒരു ക്വസ്റ്റ്യൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ റഫായിട്ട് അതിന്റെ ഒരു പടം വരച്ച് നോക്കിയിട്ട് യുവും വിയും ഒക്കെ കൃത്യം സൈൻ ഇടുക. യുവും വിയും എഫ് ആണോ ഏതാണോ കണ്ടുപിടിക്കുന്നത് ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സൈൻ ഇടണമെങ്കിൽ നിങ്ങൾ റഫായിട്ട് ഒന്ന് സൈഡിലോട്ട് വരച്ചു നോക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് തെറ്റത്തില്ല.
പറയാമോ? എന്തായാലും ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. അപ്പൊ കോൺകേവ് മിറർ എന്ത് ചെയ്യാം? റഫ് ആയിട്ടൊന്ന് വരയ്ക്കുക. കോൺകേവ് മിറർ വരയ്ക്കുമ്പോൾ കോൺകേവ് മിററിന്റെ പോള് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ എന്താ അതിന്റെ ഫോക്കസ് നമ്മൾ റഫായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക? 10 അതിന്റെ ഫോക്കൽ ലെങ്ത് 15. അപ്പൊ ഫോക്കൽ ലെങ്തിന്റെ അളവും എന്താണ് റഫായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതെന്നാ പറഞ്ഞത്? ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? 10 സെന്റിമീറ്റർ ആയിരിക്കുന്നത്. അപ്പം ശരിക്കും ഈ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എന്താണ്? എന്താ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് എഫ് നോക്കുമ്പോൾ ഇമേജ് എന്തായിരിക്കും? ബിഹൈൻഡ് ദ മിറർ. ആ ഇമേജിന്റെ നേച്ചർ എന്തായിരിക്കും? വെർച്വൽ ഇറക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ സൈൻ എന്തായിരിക്കും? ബിഹൈൻഡ് ദ മിറർ എന്ന് പറയുമ്പോൾ ഇമേജ് എവിടെ വരത്തുള്ളൂ? റൈറ്റ് സൈഡിലേ വരത്തുള്ളൂ, പോസിറ്റീവ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഇതൊക്കെ ഈ പടം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടുന്നതിന് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്യാം. അതിന്റെ സൈന് അത് വെർച്വൽ ആണോ, ഇറക്റ്റ് ആണോ, അതോ റിയൽ ആണോ, ഇൻവെർട്ടഡ് ആണോ എന്നൊക്കെയുള്ള കാര്യം പടം റഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? പിന്നെ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മാത്രം മതി, അല്ല ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നത് യു എത്ര തന്നിരിക്കുന്നത്? യു 10. എന്ത് 10 ആ? നെഗറ്റീവ് 10 ആണ്. എഫ് കോൺകേവിന്റെ എഫ് എപ്പോഴും എന്തായിരിക്കും? കോൺകേവ് മിററിന്റെ എഫ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ -15. നമുക്ക് വി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? എന്ത് ഫോർമുലയാ? ലെൻസ് ആണോ മിറർ ആണോ? മിറർ. അപ്പം മിറർ ഫോർമുല എന്താ പറഞ്ഞേ? 1/f എന്താ? 1/v പ്ലസ് എന്താ? 1/u. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എന്ത് ചെയ്യണം? കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. അല്ലെ നിങ്ങൾക്ക് മൈനസ് ഒക്കെ കൊടുക്കുമ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ആദ്യം എന്താ വേണ്ടത്? 1/f മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/v എന്നാക്കാം. ശരിയല്ലേ? ഇനിയും അവിടെ എൽസിഎം എടുക്കാം. എന്താ? യുവിനെ മുകളിലോട്ടും എഫിനെ മുകളിലോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. താഴത്തെ യു എഫിനെ സൈഡിലോട്ട് ക്രോസ് ഫിൽ ചെയ്യാം. അപ്പൊ എന്താ? യു മൈനസ് എഫ് ഡിവൈഡ് ബൈ യു എഫ് ഈസ് ഈക്വൽ ടു 1/v എന്ന് വരും. അവിടുന്ന് വി കണ്ടുപിടിക്കാൻ വി ഇപ്പൊ താഴെയാ, വി മുകളിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? യു എഫ് ഡിവൈഡ് ബൈ യു മൈനസ് എഫ് ഈസ് ഈക്വൽ എന്താ? വി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി കണ്ടുപിടിച്ച് നിങ്ങൾ ഓഫ്ലൈൻകാരിവിടെ ശ്രദ്ധിച്ചു. ഓഫ്ലൈൻകാരിവിടെ ശ്രദ്ധിച്ചു. അതായത് നമ്മുടെ മിറർ ഫോർമുല എന്താ? 1/f is equal to 1/v minus 1/u. Sorry, 1/v plus 1/u ആണല്ലോ. നമുക്ക് എന്തോ വേണ്ടി? നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടുന്ന് എന്ത് ചെയ്യും? ഇതിന് -15 കൊടുക്കും, ഇതിന് -10 കൊടുക്കും. ഇക്വേഷൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കൊടുക്കും. ഈ സൈനാണോ ഈ സൈനാണോ ഒക്കെ ചേഞ്ച് ചെയ്യേണ്ട ഒരു കൺഫ്യൂഷൻ വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് എന്തുവാണ് കണ്ടുപിടിക്കുന്നത്? ആ ഇക്വേഷനിലേക്ക് ആക്കുക. ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഇവനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ എന്തായി? 1/f minus 1/u എന്താ? ഇനി എന്ത് ചെയ്യണം? ഇവിടെ എൽസിഎം എടുക്കണം. ഇങ്ങോട്ട് യു മൈനസ് എഫ് ഡിവൈഡ് ബൈ എന്താ? യു എഫ് ഈക്വൽ ടു എന്താ? 1/v. നമുക്ക് v ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ എന്തോ കിട്ടിയിരിക്കുന്നത്? 1/v ആണ്. അപ്പൊ ഇതിനെ നേരെ തിരിക്കണം. അപ്പൊ v ഈക്വൽ ടു എന്ത് വരും? ഇതിനെ നേരെ തിരിക്കണം. യു എഫ് ഡിവൈഡ് ബൈ എന്താ? ഈ ആൻസർ കണ്ടുപിടിച്ചാലോ? യു എത്ര തന്നിരിക്കുന്നത്? നെഗറ്റീവ് എത്രയാ? -50. എത്രയാ? -10 മൈനസ് അങ്ങനെയാണെങ്കിൽ +150 വരുന്നു. ഇവിടെ -10 പ്ലസ് 15 വരുന്നു. അവിടുന്ന് +150 ഡിവൈഡ് ബൈ 15 മൈനസ് 10 എന്ന് പറയുന്നത് 5 ആണോ? -30 കണ്ടോ? ഈ പോസിറ്റീവ് 30 ആണ്. അതിനർത്ഥം റൈറ്റ് സൈഡിലാണ്, ബിഹൈൻഡ് ദ മിറർ ആണ്. ഓൺലൈൻകാര് ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനെ ഇത് ഇത്രയും കണ്ടുപിടിച്ച് വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. യുവിന് -10, എഫിന് -15 ഡിവൈഡ് ബൈ -10 മൈനസ് എന്താണ്? -15. ഇതാണ് 1/v ഇത്. അപ്പം മുകളില് -10 ഇൻറ്റു -15 എന്ന് പറയുമ്പോൾ +150. താഴെ -10 ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആകുന്നു. +15 വരുന്നു ഈക്വൽ ടു v. അങ്ങനെയാണെങ്കിൽ മുകളിൽ 150, താഴെ -10 + 15 എന്ന് പറയുമ്പോൾ 15 - 10 എന്നേ ഉള്ളൂ. 5 എന്ന് എഴുതാം. v. അപ്പൊ v ഈസ് ഈക്വൽ ടു 30, അതായത് +30 ആയിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങളൊരു ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ? ഇങ്ങനെ വരുന്നു. കണ്ടോ? ഒബ്ജക്റ്റ് അല്ല ഇമേജ് ഇവിടെ ആയിരിക്കും പറയുന്നത്, ബിഹൈൻഡ് ദ മിറർ. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ 30.
അത് പറയായിരുന്നു. ബ്ലാക്ക് ബെൽറ്റുകാരനെ ഒരു സംശയം. ബ്ലാക്ക് ബെൽറ്റുകാരൻ്റെ ഇടയ്ക്കൊക്കെ ഈ കഥയൊക്കെ പറയും അല്ലേ സായി? എടാ നീ വെള്ളം വായിലോട്ടാണോ ഒഴിച്ചത് അതോ ദേഹത്തോട്ടോ? ബുക്കിലെ ഇല്ലയോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. Explain with the help of a flow chart that in human beings father is responsible. നമ്മൾ പഠിപ്പിച്ച for sex of a child. അതായത് നമ്മളിത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, എല്ലാവരും പണ്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ ആരെയാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്? അമ്മമാരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ റിയൽ എന്താണ് കുറ്റം ആറിലായിരിക്കുന്നത്? അച്ഛൻ്റെ ആയിരിക്കുന്നത്. കാരണം അമ്മയുടെ കയ്യിൽ 2 X ക്രോമസോംസേ ഉള്ളൂ. അപ്പൊ പിന്നെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛന്റെ X ക്രോമസോം ആണ് പോയി അവിടെ പോയിട്ട് ആ X ക്രോമുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ പെൺകുഞ്ഞുങ്ങളുണ്ടാവും. അച്ഛന്റെ Y ആണ് പോയിട്ട് അവിടെ X ആയിട്ടുണ്ടെങ്കിൽ ആൺകുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം അത് എങ്ങനെയാണത് എന്താണ് ഫ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് തീരുമാനിച്ചായിരിക്കും ആണും പെണ്ണും എന്താണ് കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ശരിയല്ലേ? അപ്പം റിയൽ ആയിട്ടുള്ള പ്രശ്നം ആരുടെയിലായിരിക്കുന്നത്? പണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കൊന്നിട്ട് വരെയുണ്ട്, അറിയോ? പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ചവിട്ടിയൊക്കെ കൊന്നിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഭാര്യമാരെയൊക്കെ എന്ത് ചെയ്യും? കീച്ചു. പണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ മനസ്സിലായോ? അപ്പം ഫീമെയിൽ ഈസ് കൺസിഡേർഡ് ആസ് എ കേഴ്സ് ഓഫ് സൊസൈറ്റി എന്നൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴോ ഇപ്പൊ ആമ്പിള്ളേരെക്കാളും നല്ലതായിട്ട് എന്ത് ചെയ്യും? ആമ്പിള്ളേരുടെ തോളോട് തോൾ ചേർന്ന് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും? അവരും പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായോ? ശരിയല്ലേ? അല്ലേ? ചന്ദ്രനെ വരെ പോയില്ലേ? പോയില്ലേ? അതായത് എന്താണ് ഏതൊക്കെ ടെക്നോളജി, ഏതൊക്കെ ഫീൽഡില് എന്താണ് ആമ്പിള്ളേര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ ആരും ചെയ്തിട്ടുണ്ട്. അതായത് പെൺപിള്ളേരും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഒരിക്കലും നമുക്ക് അങ്ങനെ പഴയ ഒരു എന്താണ് കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദേ ആർ എന്താണ് ടു സ്ട്രോങ് ആസ് എന്ന. ശരിയല്ലേ? ഓക്കെ, അപ്പം എഴുതിക്കോ. അതെന്താ അതിന്റെ റീസൺ? അതെങ്ങനെയാണ് നമ്മൾ എഴുതാൻ പറ്റുന്നത്? ഫ്ലോ ചാർട്ടിന്റെ കേസ് വെച്ചിട്ട് എങ്ങനെയാ എഴുതാൻ പറ്റുന്നത്? അപ്പൊ ആദ്യം എഴുതുക, എന്താണെന്ന് എഴുതുക? ഫാദർ അങ്ങോട്ട് എഴുതുക, നടുക്കൊരു ഇൻറ്റു ചെയ്യുക, ക്രോസ് വിത്ത് മദർ അങ്ങോട്ട് എഴുതുക. എഴുതിയോ? ഫാദറിന്റെ തൊട്ട് താഴെ എക്സ് വൈ എന്ന് എഴുതുക. മദറിന്റെ തൊട്ട് താഴെ ക്രോസ് നടുക്കിടണേ. ക്രോസ് ആ മോളിൽ ഇട്ടിരിക്കുന്നതിന്റെ താഴെ തന്നെ ഒരു ക്രോസ് ഇട്ടിട്ട് മദറിൻ്റെത് എക്സ് എന്ന് എഴുതും. ഓക്കെ. ഗ്യാമേറ്റ് ഫോർമേഷൻ എന്ന് സൈഡിൽ എഴുതിയിട്ട് ഗ്യാമേറ്റ് ഫോർമേഷൻ എന്ന് സൈഡിൽ എഴുതുക. അതിന്റെ കൂട്ടത്തിലല്ല, ഇതിന്റെ കൂട്ടത്തിലല്ല എഴുതുന്നത്, സൈഡിലായിട്ട് ഗ്യാമേറ്റ് ഫോർമേഷൻ എഴുതുക. ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് എല്ലാം എന്താവും? ഈ എക്സും വൈയും ഒക്കെ എന്തിനകത്ത് കയറും? ഗ്യാമേറ്റിനകത്ത് കയറും. അപ്പം എന്ത് ചെയ്യാം? ഫാദറിന്റെ എക്സിനെയും വൈനെയും 2 എന്താണ് വട്ടം വരച്ചിട്ട് അതിനകത്ത് ആക്കുക. ക്രോസ് എഴുതുക. മദറിന്റെ 2 എക്സിനെയും 2 ആക്കിയിട്ട് 2 വട്ടത്തിനകത്ത് കയറ്റുക. അപ്പൊ ഗ്യാമേറ്റ് ഫോർമേഷൻ ആയി, കാണിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. എന്ത് ചെയ്യാം? ഫാദറിന്റെ ഒരു എക്സ് എന്നൊരു വര വരയ്ക്കുക താഴോട്ട്. അത് നേരെ മദറിന്റെ ആദ്യത്തെ എക്സിൽ കൊണ്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് അത് രണ്ടും ജോയിൻ ചെയ്യുന്നത് എക്സ് എന്ന് അങ്ങോട്ട് എഴുതുക. അതിന്റെ താഴെ ഗേൾ ചൈൽഡ് എന്ന് അങ്ങോട്ട് എഴുതുക.
ഓക്കെ. വീണ്ടും ആ ഫാദറിന്റെ എക്സ് ക്രോമസോം മദറിന്റെ രണ്ടാമത്തെ എക്സ് ക്രോമസോമുമായിട്ട് പോയി ചേരുന്നതായിട്ട് എന്താണ് വരയ്ക്കുക. അതിനും എക്സ് എക്സ് എന്ന് കൊടുക്കുക. അവിടെയും താഴെ ഗേൾ ചൈൽഡ് എന്ന് എഴുതുക. പോസിബിലിറ്റിയാ പറഞ്ഞത്, ഗേൾ ചൈൽഡ്. ഫാദറിന്റെ വൈ ക്രോമസോമിൽ നിന്ന് ഒരു വര വരച്ചിട്ട് മദറിന്റെ ആദ്യത്തെ എക്സ് ക്രോമിലോട്ട് കൊണ്ട് വരയ്ക്കുക. അപ്പൊ അവിടെ എക്സ് വൈ, വൈ എക്സ് എന്ന് എഴുതല്ലേ, എക്സ് വൈ എന്ന് എഴുതാവും. അത് ബോയ് ചൈൽഡ് ആണ്. വീണ്ടും ഫാദറിന്റെ വൈ ക്രോമസോമേന്ന് എന്ത് ചെയ്യാം, മദറിന്റെ എക്സ് ക്രോമസോമിലോട്ട് ഒരു വര വരയ്ക്കുക. അത് ജോയിൻ ചെയ്ത ഭാഗത്ത് എന്താണ്, എക്സ് വൈ എന്ന് എഴുതുക. വീണ്ടും എന്താ, ബോയ് ചൈൽഡ്. അപ്പം അവിടെ ബോയ് ഉണ്ടാവാനും ഗേൾ ഉണ്ടാവാനും സാധ്യത എന്താ, 50% 50% ഈക്വൽ സാധ്യതയാണ്. പ്രോബബിലിറ്റി ചോദിക്കുവാണെങ്കിൽ 1/2 എന്ന് എഴുതാം. മനസ്സിലായോ? പ്രോബബിലിറ്റി ചോദിക്കുവാണെങ്കിൽ 1/2 എന്ന് എഴുതാം. എത്ര പെർസെന്റേജ് എന്ന് ചോദിക്കുവാണെങ്കിൽ 50% എന്ന് എഴുതാം. കാരണം മറ്റേ ക്രോസ് ചെയ്യുമ്പോൾ മറ്റേ ജീനോടൈപ്പ് അതിനകത്ത് പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു അവിടെ. അത് നോക്കണം. ഓക്കെ, ഇതാണ് ഫ്ലോ ചാർട്ട്. ഇനി അതിന്റെ കാര്യം കൂടെ എഴുതണം. എന്തുവാ അതിന്റെ കാര്യം? എന്തോ എഴുതുന്നത്? father has XY chromosome, mother has XX chromosome. അല്ലേ? ഡ്യൂറിംഗ് ഗാമറ്റ് ഫോർമേഷൻ. ഞാൻ തന്നിട്ടുണ്ടോ അത്? ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ എഴുതാറുള്ളത്. അല്ലെങ്കിൽ ഇതങ്ങ് എഴുതിക്കോ, ഞാനിപ്പോ തരാം. ഞാൻ അന്നെന്താ അത് തന്നെ എഴുതിയാ മതി. അന്നെന്തുവാ ഇത് വേറെ. അന്നെന്തുവാ ഉണ്ടോ, നോട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എഴുതിയാ മതി. എന്താ ഫാദറിന്റെ എക്സ് ക്രോമസോം വൈ ക്രോമസോം ഉണ്ട്. മദറിന്റെ എന്തേ ഉള്ളൂ, എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ്, ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഫാദറിന്റെ ഏത് ക്രോമസോമാണ് മദറിന്റെ ക്രോമസോമുമായിട്ട് ഗ്യാമീറ്റുമായിട്ട് പോയി ചേരുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്ത്, ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ശരിയല്ലേ? കാരണം മദറിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മദറിന് എന്തേലും ഉള്ളൂ. മദറിനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ, വിത്ത് 2 എക്സ് ക്രോമസോംസ്. ഫാദറിന്റെ ഒരു എക്സും വൈയും ഫ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ആ ഗ്യാമേറ്റ് മദറിന്റെ ഏത് ഗ്യാമേറ്റ് ആയിട്ടാണോ ചേരുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്ത്, ചൈൽഡിന്റെ സെക്സ് തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഈ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് അത് നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ എഴുതി പിടിപ്പിച്ചാണ്. സെറ്റ് ആണോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? എഴുതിക്കോ. An alpha particle enters a uniform magnetic field. At right angles to it as shown in diagram. ഓൺലൈൻ ഇരിക്കുന്ന ഒരു ഡയഗ്രാം വരച്ചെടുത്ത് ഓഫ്ലൈൻ ഇരിക്കുന്നവർക്ക് എന്താണ്? നിങ്ങൾ പടം വരയ്ക്കാനുള്ള ഒരു കുറച്ച് സ്ഥലം വിട്ടിട്ട് താഴോട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കോ. നെയിം ദ റൂൾ which can help in determining the direction of force acting on the alpha particle. In this case,
അത് ഒന്നാമത്തെ. അതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്ലൈ ദിസ് റൂൾ and find the direction of force on the alphabet. Find the direction of force on the alphabet. നിങ്ങൾക്ക് ഉള്ള പടം നിങ്ങൾ എഴുതിയെടുക്കും. നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിച്ചു, തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചു. എത്ര പേർക്ക് ബുദ്ധി ഉണ്ടെന്ന്, എത്ര പേർക്ക് എത്ര മാർക്ക് കിട്ടുന്ന ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഓൺലൈൻ കാര്യം ചെയ്ത് പെട്ടെന്നാട്ടെ. കേരളത്തിൽ ഇങ്ങനെ ഒടിച്ചു മടക്കുവല്ലേ, നിങ്ങൾ മടക്കി. ജോഹാൻ കഥകളി പഠിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ജോഹാൻ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ ഉപയോഗിക്കുക. കഥകളിയാണോ അത്? അന്നും പിന്നെ അങ്ങനൊന്നും ഇല്ല അല്ലയോ? എടാ ഒന്ന് നോക്കടാ, ആ വിരളൊക്കെ ഒന്ന് ഉപയോഗിക്കേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും തമ്പ് റൂളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇൻടു ദ പ്ലെയിൻ ആണ് ഫോഴ്സ് വരുന്നത് ആണെന്നാണ് നമ്മുടെ ജോഹാൻ പറയുന്നത്. അതായത് നിങ്ങളിപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൽഫ പാർട്ടിക്കിളിനെ ഒരു പ്ലെയിനിലാണോ കൺസിഡർ ചെയ്തത്? ഓക്കെ ആണോ? അതായത് നിങ്ങൾ ഒരു പായയിലോട്ട് അതിനെ കിടത്തിയിരിക്കാന്ന് വിചാരിച്ചാൽ എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു പായയുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ആ പായയുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ആൽഫ പാർട്ടിക്കിളിന്റെ ഡയറക്ഷനും. ആ അല്ലേ? ആണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മള് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ചിട്ട് നമ്മളൊരു സംഭവം പഠിച്ചായിരുന്നു. എന്തോ പഠിച്ചേ? എന്തൊക്കെയാ പഠിച്ചേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് എന്തോ പഠിച്ചേ? ആ ഫാദർ മദർ ചൈൽഡ് ആണോ? ആണല്ലോ. ഫാദർ ഫോഴ്സ്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് കറണ്ട് ആണല്ലോ. പക്ഷെ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? ആഹാ കൊള്ളാലോ. പിന്നെ നീ എന്തോ ഇൻഡു എന്നൊക്കെ പറഞ്ഞു. കറണ്ടിന്റെ ഡയറക്ഷൻ തരാതെ എങ്ങനെ പറ്റും?
എന്തോ സായി ഐഡിയ ഉണ്ടോ? ദേവജിത്ത്, രോഹിത്, ഇൻറ്റു ദ പ്ലെയിൻ. കാരണം കറണ്ട് ആൽഫ പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനോ? ആ നല്ല 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 കുട്ടിയാ. കറണ്ട് ഏത് ഡയറക്ഷനിലാ പോകുന്നത്? എപ്പോഴും കറണ്ട് ബാറ്ററിയുടെ ഏതിൽ നിന്ന് ഏതിലോട്ടാ പോകുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. ഇലക്ട്രോൺ എങ്ങനെയാ പോകുന്നത്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആണല്ലോ. ഇവിടെ അപ്പൊ എന്താണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും പോകുന്നത്? എപ്പോഴും ആലോചിച്ചോണം, ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. കാരണം നെഗറ്റീവ് ചാർജ് പോകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുമല്ലോ കറണ്ടിന്റെ ഡയറക്ഷൻ, ശരിയല്ലേ? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകെങ്കിൽ എന്താണ് പ്രോട്ടോൺസ് ആയിട്ടല്ലേ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ എങ്ങോട്ട് പോകും? പോസിറ്റീവ് നെഗറ്റീവിലോട്ട് പോകും ആണല്ലോ. ഇവിടെ ആൽഫ പാർട്ടിക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾ. അപ്പൊ ആൽഫ പാർട്ടിക്കിൾ പോകുന്നത് എങ്ങനെയാ? പോസിറ്റീവ് ചാർജ് കറണ്ടിന്റെ അതേ ഡയറക്ഷനിലോട്ടായിരിക്കും ആൽഫ പാർട്ടിക്കിൾ പോകുന്നത്. മനസ്സിലായോ? നേരെ മറിച്ച് ഇലക്ട്രോൺ ആണെങ്കിലോ, ഇലക്ട്രോൺ ആ ഡയറക്ഷനിലോട്ട് വരുന്നെങ്കിൽ നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ടിന്റെ വിരൽ എന്ത് ചെയ്യണം? കറണ്ടിന്റെ ഫിംഗർ ഏതാണോ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് അത് ആ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിക്കണം. പക്ഷെ ഇപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിൽ പിടിച്ചാൽ മതി? ആ ആൽഫ പാർട്ടിക്കിൾ പോകുന്ന ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിൽ തന്നെ പിടിച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ഓൺലൈൻ ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കിയോ. ഞാൻ ഓഫ്ലൈൻകാർക്ക് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങനെ നോക്കണ്ട, ഇതിനെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുമെന്ന് വിചാരിച്ചു. അതായത് ഈ ബോർഡിനെ ഞാൻ ഇവിടെ ഇളക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കി വിചാരിച്ചു. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടുന്ന് അങ്ങോട്ടാവും. ആൽഫ പാർട്ടിക്കിൾ എങ്ങനെയാ പോകുന്നത്? ആൽഫ പാർട്ടിക്കിൾ അവിടുന്ന് ഇങ്ങോട്ടാകും, ഇല്ലേ? അപ്പം ഫാദർ മദർ ചൈൽഡ്. ഓക്കെ, മദർ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ. ചൈൽഡ് എങ്ങോട്ടാ? ചൈൽഡ് അങ്ങോട്ടാ. ചൈൽഡ് എന്ന് പറയുമ്പോൾ കറണ്ട്, കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലേ ആൽഫ പാർട്ടിക്കിൾ വരുന്നത്, അല്ലേ? അപ്പൊ തമ്പ് എങ്ങോട്ടായിരിക്കുന്നത്? മുകളിലോട്ട്. അപ്പൊ ഫോഴ്സ് ഫാദർ എങ്ങോട്ടാവും? ഫാദർ, അതായത് ഫാദർ മദർ ചൈൽഡ്, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ? കറണ്ട്. ഫോഴ്സ് എങ്ങോട്ട് പോകും? ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്നാണ്. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. ഇത് ഇലക്ട്രോൺ ചോദിച്ചാലോ? ഇപ്പൊ ആൽഫ പാർട്ടിക്കിളിന് വരെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു ചോദിക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? അതായത് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു, അപ്പൊ എന്ത് ചെയ്യണം? കറന്റ് ഡയറക്ഷൻ എന്ത് കാണിക്കണം? ഫാദർ മദർ ചൈൽഡ്. അപ്പൊ മദർ അങ്ങോട്ട്, ഇപ്പൊ ഇലക്ട്രോൺ അങ്ങോട്ട് വരുന്നെങ്കിൽ ഒരിക്കലും കറന്റിന്റെ ഡയറക്ഷൻ അല്ല ഇലക്ട്രോൺ പോകുന്നത്, കറന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ തിരിക്കണം. അപ്പൊ എന്താ? ഇപ്പൊ കറണ്ട് അങ്ങോട്ടാണ്, ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ കറണ്ട് അങ്ങോട്ടാവും. അപ്പൊ ഈ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇൻറ്റു ദ പ്ലെയിനിലായിരിക്കും. മനസ്സിലായോ? ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കും. ചിലപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ വരത്തില്ല, ജസ്റ്റ് ഒരു പ്രോട്ടോൺ വരും, അപ്പോഴും ഈ ആൽഫ പാർട്ടിക്കിളിന്റെ പോലെ. നെഗറ്റീവ് ചാർജ് തന്നു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കറണ്ട് വരെ വിളിക്കാൻ. ഏത് സിനിമ ആരും കാണുന്നത്? നേരെ ഇരിക്കാൻ കൊണ്ട് ഓക്കെ. ഇനി ഓൺലൈൻ ഇരിക്കുന്നത് ശ്രദ്ധിച്ചോ, പറഞ്ഞുതരാം. ഞാൻ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ ഒരു ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഒരു ബുക്ക്, ഈ ബുക്ക് ഇങ്ങനെ വെച്ചിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണേ. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് വരച്ചിരിക്കുന്നത്. ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുവാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആൽഫ പാർട്ടിക്കിൾ അതേ ഡയറക്ഷനിലായിരിക്കും. അതായത് ഐ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് കറണ്ട് ഇങ്ങോട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും ആണെങ്കിൽ നിങ്ങൾ വിരൽ പിടിച്ചു ചോദിക്കുക. കറണ്ട് ഇങ്ങോട്ട് നിങ്ങളെ നോക്കി കറണ്ടിന്റെ വിരൽ പിടിക്കുക. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടേക്ക് പിടിക്കുക. അപ്പൊ നിങ്ങളുടെ തമ്പ് കൃത്യമായിട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്നാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ എഴുതേണ്ടത് അതിന്റെ ആൻസർ എന്താ? നെയിം ദ റൂൾ വിച്ച് ക്യാൻ ഹെൽപ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താ? Fleming's left hand rule. Apply the rule. എന്താ? And find the direction of alpha particle. എന്താ? Direction of force on alpha particle. എന്താ?
out of the outer lane, out of the plane, out of the plane. ഓൺലൈൻ ഉള്ളവർക്ക് മനസ്സിലായോ? ശ്രേയ മനസ്സിലായോ? ശ്രേയ മനസ്സിലായി. ദേവനന്ദ മനസ്സിലായി, ഈ കൺസെപ്റ്റ് മനസ്സിലായി. ഇപ്പൊ പറഞ്ഞ ഈ ഒരു ചോദ്യം കാണും കേട്ടോ, ഈ ഒരു ചോദ്യം കാണും. ചിലപ്പോൾ ഇലക്ട്രോൺ ആയിരിക്കും, ചിലപ്പോൾ പ്രോട്ടോൺ ആയിരിക്കും. ഇപ്പൊ പോസിറ്റീവ് ചാർജുള്ള ഏതെങ്കിലും പാർട്ടിക്കിൾ അങ്ങനെ ചോദിക്കാം കേട്ടോ. അർച്ചിത, ഐറിനൊക്കെ ഓക്കെ ആണോ? ഷാരോണ്, അക്ഷിത, ആശിഷ്, എലിജ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ, സംസാരിക്കുക. അടുത്തത് വരികയാണ്, എഴുതിക്കോളൂ. The electrical resistivity of three materials A, B and C at 20 degrees Celsius is given below. Material A, B, sorry, നിങ്ങൾ ഒരു ടേബിൾ വരയ്ക്കണേ. അതിനകത്ത് ഒരു ഹെഡിങ് മെറ്റീരിയൽ കൊടുക്കുക, തൊട്ടപ്പുറത്തെ ഹെഡിങ് എന്താ റെസിസ്റ്റിവിറ്റി എന്ന് കൊടുക്കുക. ഇങ്ങനെ എന്തുവാ ഇവിടെ നോക്കി, എല്ലാരും നോക്ക്. ഹെഡിങ് ഇവിടെ ഒരു മെറ്റീരിയൽ, ഇങ്ങനെ ഒരു വര വരയ്ക്കുക, ഇവിടെ റെസിസ്റ്റിവിറ്റി. എന്നിട്ട് മെറ്റീരിയൽ താഴെ, മോളിൽ താഴോട്ട് എ ബി സി എന്ന് കൊടുക്കുക. എന്നിട്ട് എയുടെ നേരെ റെസിസ്റ്റിവിറ്റിയുടെ അവിടെ 10⁻17 എന്നും, ബിയുടെ നേരെ 44 × 10⁻⁻6 എന്നും, സിയുടെ നേരെ 1.62 × 10⁻⁻8 എന്നും എഴുതുക. റെസിസ്റ്റിവിറ്റിയുടെ അവിടെ ഓം മീറ്റർ ആണ് യൂണിറ്റ് എന്നും കൂടെ എഴുതി വെച്ചേ. അളവ് പറയാം. എയുടേത് 10⁻17, ബിയുടേത് 44 × 10⁻⁻6, സിയുടെ 1.62 × 10⁻⁻8. ആ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്ലാസിഫൈ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദീസ് മെറ്റീരിയൽ. മാത്സ് ഇച്ചിരി എളുപ്പമായ സ്ഥിതിക്ക് സയൻസ് ഇച്ചിരി പാടാകാനാണ് സാധ്യത കേട്ടോ. മാത്സ് ആവറേജ് ആയിരുന്നു, പക്ഷെ ഇത് കുറച്ചുകൂടെ ഹാർഡായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഇച്ചിരി പാടായിരിക്കും, മനസ്സിലായോ? അപ്പം ചിലപ്പോൾ സയൻസ് ആയിരിക്കും പാട്, ചിലപ്പം സോഷ്യൽ ആയിരിക്കും പാട്. മാത്സ് ആവറേജ് ആയിരുന്നു, കുറച്ച് പാടല്ലായിരുന്നു. മാത്സ് അല്ല അവർ ഇത്തവണ പാടിടാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ അത് സയൻസിനെ പറ്റി ഒത്തിരി കോഷ്യസ് ആയിട്ട് വേണം ഇരിക്കാൻ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് ആയിരിക്കും പാടായിട്ട് ചോദിക്കാൻ പോകുന്നത്. നല്ലതായിട്ട് പഠിച്ചാലേ അതിന് മാർക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാൻ സാധ്യത. വന്നാലും നമുക്ക് വലിയുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. പഠിച്ചതാണ്, പക്ഷെ അത് വേറെ രീതിയിൽ ഒക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അത് നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പൊ നോക്കിയാ ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ക്ലാസിഫൈ ദിസ് മെറ്റീരിയൽ ആസ് കണ്ടക്ടർ, alloy, conductor, alloy, insulator.
ഓക്കെ, ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ആ വാല്യൂ നോക്കിയിട്ട്? നോക്കിയേ, 10⁻17 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 1 കഴിഞ്ഞിട്ട് 17 ഓം മീറ്റർ എന്നർത്ഥം. അതിനർത്ഥം റെസിസ്റ്റിവിറ്റി ഭയങ്കര കൂടുതലാണെന്നല്ലേ അർത്ഥം? ആണോ? റെസിസ്റ്റിവിറ്റി ഭയങ്കര കൂടുതൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്തുവാ? അതിനകത്തൂടെ കറണ്ട് ഒട്ടും കടന്നു പോകത്തില്ല എന്നാണ്. കറണ്ട് ഒട്ടും കടന്നു പോകത്തില്ലെങ്കിൽ അതാരായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. അപ്പം എ എന്താ? ആ, എ ഇൻസുലേറ്റർ എഴുതാം. അടുത്ത ചോദ്യം, അടുത്ത നല്ല ചോദ്യം എന്താ? അതിനകത്ത് അലോയും കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ 10⁻6 എന്ന് പറയുമ്പോൾ എന്താ? 10⁻6 എന്ന് പറയുമ്പോൾ എന്താ? ഡിവൈഡഡ് ബൈ 10⁻6 എന്നാണ്. ശരിയല്ലേ? 10⁻6 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 10⁻6 എന്നർത്ഥം. അതായത് 44 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് ബാക്കി 6 പൂജ്യം. അപ്പൊ 44 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് 6 പൂജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 0.00044 എന്ന് വരും. അത്ര ഓം മീറ്റർ. അതിന്റെ താഴെയുള്ളോ 8 പൂജ്യം മാറ്റേണ്ടി വരും. അപ്പൊ റെസിസ്റ്റിവിറ്റി കുറവ് എവിടാ? ആ റെസിസ്റ്റിവിറ്റി കുറവ് സിക്കാം. അപ്പൊ റെസിസ്റ്റിവിറ്റി കണ്ടക്ടറിന് എങ്ങനെ ഇരിക്കണം? കണ്ടക്ടറിന് റെസിസ്റ്റിവിറ്റി തീരെ കുറഞ്ഞിരിക്കണോ, അതോ കുറച്ച് കൂടി ഇരിക്കണോ, അതോ നല്ല കൂടി ഇരിക്കണോ? ആ, കണ്ടക്ടർ എന്നാലേ കറണ്ട് എടുത്ത് കൊടുത്തുള്ളൂ. അപ്പൊ അവിടെ ഇതിനകത്ത് കണ്ടക്ടർ ഏതായിരിക്കും? എടേ, ബി യുടെ വാല്യൂ 4 × 10⁻6. ഇത് 1.62 × 10⁻8. 10⁻8 ആണോ 10⁻6 ആണോ കൂടുതൽ? ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് 10⁻6 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 10⁻6 എന്ന് വരും. അപ്പൊ 44 ഡിവൈഡഡ് ബൈ 10⁻6 എന്നാണ് വരുന്നത്. അതിനർത്ഥം എന്താ? 0.0000044 എന്നാണ്. മറ്റേ വരുമ്പോൾ എന്ത് വരും? 0.000000162 എന്ന് വരും. അപ്പം അവിടെ എന്താ? കുറച്ചുകൂടെ കുറവാ. ഏതിനേക്കാട്ടിലുവാ? ആ, അതായത് 10⁻6 കുറച്ചുകൂടെ കുറവായിരിക്കും 10⁻8 എന്ന് പറയുന്നത്. ശരിയല്ലേ? ആണോ? ആണ്. ശരിയല്ലേ? -6 കുറവല്ലേടാ -8 അല്ലേ? അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കുറവ് എവിടാ? ആർക്കാ? ബിക്കാണോ സിക്കാണോ? സിക്ക്. അപ്പൊ റെസിസ്റ്റിവിറ്റി കുറഞ്ഞിരിക്കുമ്പോ അതാരായിരിക്കും? അത് കണ്ടക്ടർ ആയിരിക്കും. അപ്പൊ സി ഇവിടെ എന്താ? ആ, സി കണ്ടക്ടർ. അപ്പൊ ബി എന്തായിരിക്കും? ആ, അലോയ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന അതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് give one example of അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് give one example of each of these materials and state one use of each material in the design of an electrical appliance. Say an electric stove or an electric iron. Stove, iron. എക്ക് എന്ത് കൊടുക്കാം? എക്സാമ്പിൾ കൊടുക്കാൻ പറയുന്നത് give one example of each. പ്ലാസ്റ്റിക്. ആ, ബിക്ക് എന്ത് കൊടുക്കാം? നിക്രോം പോരെ? നിക്രോം ശരിയല്ലേ? സിക്ക് എന്ത് കൊടുക്കാം? സിൽവർ ആണോ?
അല്ല കോപ്പർ എടുക്കുക. കോപ്പർ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതോ സിൽവറിന്റെ വയറാണോ വയറിനകത്തൂടെ പോകുന്നത്? അല്ല രസമായിരിക്കും. സിൽവറിന്റെ വയറാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ. സിൽവറിനാണ് റെസിസ്റ്റിവിറ്റി കുറവ്. പക്ഷെ സിൽവർ ഇതാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? അതായത് നമ്മള് എന്ത് ചെയ്യും? പിച്ചച്ചട്ടി എടുക്കണ്ടേ? കോസ്റ്റ് കൂടുതൽ. ഇനി അവര് വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് 1 യൂസ് ഓഫ് ഈച്ച് മെറ്റീരിയൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ മെറ്റീരിയൽ എവിടെ യൂസ് ചെയ്യുന്നതെന്നും കൂടെ അതിന്റെ സൈഡിൽ എഴുതണം. അതിൽ റബ്ബർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന കേസിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ നിക്രോം എവിടെ യൂസ് ചെയ്യുന്നത്? എടാ ഇൻഡക്ഷൻ കുക്കറിനകത്തും അതേപോലെ തന്നെ എന്തുവാ നിങ്ങളുടെ തേപ്പ് പൊട്ടിക്കകത്തും ഒക്കെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കും അല്ലേ? ഇപ്പൊ അത് താഴോട്ട് എഴുതണം. നിക്രോം എഴുതിയതിന്റെ അവിടെ സൈഡിലോട്ട് എഴുതിയാൽ മതി. ഹൈഫൻ ഇട്ടിട്ട് നിക്രോം എഴുതിയതിന്റെ അവിടെ സൈഡിലോട്ട് എഴുതിയാൽ മതി. എന്താണ് they are used as heating oils. They are used as heating oils. തേപ്പ് പൊട്ടി ഓക്കെ. മറ്റേ ഇതെന്താ കോപ്പർ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? നിങ്ങൾ അതേ എഴുതണേ. they are used as heating oil in എന്താ ഇൻ ഇൻഡക്ഷൻ കുക്കറിനോ അല്ലെങ്കിൽ തേപ്പ് പൊട്ടിന്നോ ഒക്കെ എഴുതാം. തേപ്പ് പൊട്ടിന്ന് എഴുതണ്ട, അയൺ ബോക്സ് എഴുതാം. മനസ്സിലായോ? ഇനി അടുത്തത് എന്താ? കോപ്പറിന്റെ എന്താ യൂസ്? they are used in ട്രാൻസ്മിഷൻ ലൈൻ. ശരിയല്ലേ? നിങ്ങളുടെ റൂമിലേക്കൊക്കെ കറണ്ട് കൊണ്ടുവരാൻ വേണ്ടി കോപ്പറിനകത്തൂടെ കൊണ്ടുവരണേ. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയോ? ഒരു ക്വസ്റ്റ്യൻ എഴുതിയോ? In life there are certain changes in the environment called stimuli to which we respond appropriately. Full stop. Touching a flame suddenly is a dangerous situation for us. One way to think consciously about the possibility of burning and then moving the hand. But our body has been designed
in such a way that we save ourselves from such a situation. Immediately. Question ഇതാണ് ഒന്നാമത്തേത്. Name the action by which we protect ourselves in the situation mentioned above and define ourselves in the situation mentioned above and define it. Then write the role of A എന്ന് എഴുതിയിട്ട് motor and B എന്ന് എഴുതിയിട്ട് relay neuron. മൂന്നാമത്തേത് what are the role of A എന്ന് എഴുതിയിട്ട് motor and B എന്ന് എഴുതിയിട്ട് relay neuron. അതിന്റെ രണ്ടിന്റെയും റോൾ എന്താണെന്ന് എഴുതാൻ. What are the two types of nervous system? സിദ്ധാർത്ഥ കേൾക്കാമോ? ഇവിടെ നോക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. What are the two types of nervous system in human body and name the components of each of them. Human body and name the components of each of them. ആൻസർ ചെയ്യണം. Name the action എന്താ ഇവിടെ? റിഫ്ലക്സ് ആക്ഷൻ ആണോ? ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ ചെയ്യാലോ. റിഫ്ലക്സ് ആക്ഷൻ ഡിഫൈൻ ചെയ്യാമോ? ചെയ്യാലോ. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നെ ചെയ്താൽ അല്ലെ നമ്മുടെ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മോട്ടോർ ന്യൂറോൺ? മോട്ടോർ ന്യൂറോണിന്റെ റോൾ എന്താണ്? ഇത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഡെഫിനിഷൻ ഞാൻ എഴുതിയിട്ടില്ല. തന്നെ എഴുതിക്കോണം.
റിഫ്ലക്സ് ആക്ഷൻ. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത് അല്ലെ? മോട്ടോർ ന്യൂറോണും റിലേ ന്യൂറോൺ. ഓക്കെ, മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്? എഴുത ടു ക്യാരി ഇലക്ട്രിക്കൽ സിഗ്നൽ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ഫ്രം spinal cord to effector. From spinal cord to effector. അതിനകത്താണ് ഇത് ചെയ്യുന്നത്, സെൻസ് ചെയ്യുന്നത്. ഇത് അവിടെ വരെ എത്തുന്നത്, അതിന് തിരിച്ചു വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി അടുത്ത അവർ ചോദിച്ചിരുന്നത് റിലേ ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. റിലേ ന്യൂറോൺ എന്താ? ടു ട്രാൻസ്ഫർ, എഴുതിക്കോ, ടു ട്രാൻസ്ഫർ സിഗ്നൽ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ഫ്രം sensory to motor neuron. Sensory neuron to motor neuron. From sensory neuron to motor neuron. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബോഡി? എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം അറിയാലോ. സ്പൈനൽ നെർവസും ക്രേനിയൽ നെർവസും അതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. അതാണ് അതിന് ആൻസർ ആയിട്ട് എഴുതുന്നത്. പഠിച്ചോണം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇതൊക്കെ പഠിച്ചോണം. പെരിഫറൽ നെർവസ് സിസ്റ്റം ഒക്കെ പഠിച്ചോണം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് എന്താണ്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കമ്പോണൻസ് ആയിട്ടുള്ളത്. മറ്റേനകത്തോ സ്പൈനൽ നെർവും ക്രേനിയൽ നെർവും ഒക്കെ അതിനകത്തുള്ളത്. ഏതാ? അതായത് പെരിഫറലാണ്. ഓക്കെ ആണോ? സെറ്റാണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്കെല്ലാം സെറ്റാണോ? അർച്ചിത, ആശിഷ്, ആണ് സർ. ഓക്കെ, ദേവാനന്ദ, ഐറിൻ, ഷാരോൺ, ഓക്കെ സർ. 2 ശ്രേയമാർ. ഓക്കെ. ആരോ ഒരാൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. അതെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞാല്? ആരോ മനസ്സിലായില്ലേ?